സ്റ്റോക്ക് മാർക്കറ്റിൽ ചുവപ്പ് എന്ന കളർ കാണുമ്പോൾ നിങ്ങളുടെ നെഞ്ചിടിക്കാറുണ്ടോ? കഷ്ടപ്പെട്ട് വാങ്ങിയ നല്ല സ്റ്റോക്കുകൾ പോലും പേടിച്ച് സെല്ല് ചെയ്യാൻ തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലേയേഴ്സ്, നമ്മൾ സ്മാർട്ട് മണി എന്ന് വിളിക്കുന്നവർ, അതേ സ്റ്റോക്ക് നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങി കൂട്ടി മുന്നോട്ട് പോകുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാർക്കറ്റിൽ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നമ്മളിൽ പലരും പാനിക് ആവും. എല്ലാം പോയി കയ്യിലുള്ളത് വിറ്റ് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കും. എന്നാൽ ഇതേ സാഹചര്യത്തെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന മറ്റൊരു ടീമാണ് വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ, മറ്റുള്ളവർ പേടിക്കുമ്പോൾ ഗ്രീഡി ആവുക, അല്ലെങ്കിൽ ഗ്രീഡി ആകുമ്പോൾ പേടിക്കുക എന്നുള്ള ആ ഒരു തിയറം മനസ്സിൽ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്മാർട്ട് മണി. അപ്പോൾ സാധാരണ ഇൻവെസ്റ്റേഴ്സ് പേടിച്ച് സെല്ല് ചെയ്യുമ്പോൾ സ്മാർട്ട് മണി ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി എന്താണ്? ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ റഡാറിലുള്ള 5 തരം സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കും എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം? അപ്പോൾ ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. വെറും ഊഹങ്ങളല്ല, ഡേറ്റയും പ്രാക്ടിക്കൽ സ്ട്രാറ്റജികളും വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. സ്മാർട്ട് മണി എന്ന് കേൾക്കുമ്പോൾ വലിയ ഒരു രഹസ്യമാണ് എന്ന് തോന്നാം, പക്ഷെ വളരെ സിമ്പിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നന്നായി പഠിച്ച് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയും ആൾക്കാരെയുമാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, ഫോറിൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോടികൾ മാനേജ് ചെയ്യുന്ന വലിയ ഇൻവെസ്റ്റേഴ്സ്, ഇവയൊക്കെ ഈ കൂട്ടത്തിൽ പെടുത്താം. ഒരു വലിയ ഒഫീഷ്യൽ ലിസ്റ്റ് ഒന്നുമല്ല. മാർക്കറ്റിലെ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിനെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് മണിയെ കാണാം. അവിടെ സ്ട്രാറ്റജി ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിൾ ആണ്. ഒരു കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ 1-2 ദിവസത്തെ പെർഫോമൻസ് നോക്കിയിട്ടല്ല, പകരം ആ കമ്പനിയുടെ ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഫിനാൻഷ്യൽ ഫണ്ടമെന്റൽസ്, മാർക്കറ്റിലെ പൊസിഷൻ, ഇതെല്ലാം മെഷർ ചെയ്തിട്ടാണ്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നല്ല കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് സ്വാഭാവികമായിട്ട് കുറയും. ഉദാഹരണത്തിന് 1000 രൂപ വിലയുണ്ടായിരുന്ന ഒരു കിടിലൻ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ പാനിക് കാരണം 600 രൂപയിലേക്ക് വീണു എന്ന് കരുതുക. നമ്മളിൽ പലരും ഇതിനെ 400 രൂപയുടെ ലോസ് ആയിട്ട് കാണുമ്പോൾ സ്മാർട്ട് മണി ഇതിനെ 40% ഡിസ്കൗണ്ട് ആയിട്ടാണ് കാണുന്നത്. കമ്പനിയുടെ ഫണ്ടമെന്റൽ വാല്യൂവിന് കുഴപ്പം പറ്റിയിട്ടില്ലെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിലക്കുറവിൽ അവർ സ്റ്റോക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് അക്കുമുലേഷൻ എന്ന് പറയുന്നത്. ഒറ്റയടിക്കെല്ലാം വാങ്ങുകയല്ല, മാർക്കറ്റ് താഴോട്ട് പോകുന്നതിനനുസരിച്ച് പല സ്റ്റേജുകളിലായിട്ട് വാങ്ങി കൂട്ടിക്കൊണ്ടേയിരിക്കും. അവരുടെ ആവറേജ് ബൈയിങ് പ്രൈസ് കുറയ്ക്കുന്നു. പിന്നീട് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ അവർക്ക് കിട്ടുന്നത് വലിയൊരു പ്രോഫിറ്റ് തന്നെയാണ്. ഈ ഒരു പേഷ്യൻസും സ്ട്രാറ്റജിയുമാണ് നമ്മളും പഠിക്കേണ്ടത്. അപ്പോൾ സ്മാർട്ട് മണിയുടെ എൻട്രി പോയിന്റ്സ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഒരു സ്റ്റോക്ക് എവിടെ വെച്ച് അവരുടെ വീഴ്ച നിർത്തി തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ചില സൂചനകളുണ്ട്. സ്മാർട്ട് മണി ഇൻവെസ്റ്റേഴ്സ് ഇതെല്ലാം ശ്രദ്ധിക്കാറുമുണ്ട്. ഇതൊന്നും 100% ഉറപ്പുള്ള സിഗ്നൽസ് അല്ല, മറിച്ച് ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്നാമത്തേത് RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഒരു സ്റ്റോക്ക് കൂടുതൽ ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ നടക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. സാധാരണയായിട്ട് RSI 30 താഴെ പോയാൽ ആ സ്റ്റോക്ക് ഓവർ സോൾഡ് ആണ് എന്ന് പറയാം. അതായത് ആവശ്യമുള്ളതിലും കൂടുതൽ ആൾക്കാർ അത് സെല്ല് ചെയ്തിരിക്കുന്നു. RSI 30 നിന്ന് തിരികെ മുകളിലേക്ക് കയറുന്നത് സെല്ലിംഗ് പ്രഷർ കുറഞ്ഞ് ബൈയിങ് രംഗത്തേക്ക് വരുന്നു എന്നതിന്റെ ഒരു സിഗ്നൽ ആയിട്ടും കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ 200 ഡേ മൂവിംഗ് ആവറേജ്, ഒരു സ്റ്റോക്കിന്റെ കഴിഞ്ഞ 200 ദിവസത്തെ ആവറേജ് പ്രൈസ് കാണിക്കുന്ന ഒരു ലൈനാണിത്. ലോങ് ടൈം ട്രെൻഡിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഇതിനെ പലരും കാണുകയാണ്. പ്രൈസ് ഇടിഞ്ഞ് 200 ഡേ മൂവിംഗ് EMA ലൈനിന് അടുത്തെത്തുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. വിലയിടിവിന്റെ സ്പീഡ് കുറഞ്ഞ് അവിടെ നിന്ന് തിരികെ കയറാനും ഒരു ശ്രമം നടന്നേക്കാം. പക്ഷേ എപ്പോഴും ഇത് സംഭവിക്കണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മറ്റ് ഇൻഡിക്കേറ്ററുകളും അതുപോലെ തന്നെ സപ്പോർട്ടുകളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഇവിടെയും ട്രേഡ് ചെയ്യാൻ. അതുപോലെ തന്നെ വോളിയം, ഒരു ദിവസം സ്റ്റോക്ക് എത്ര ട്രേഡ് ചെയ്യപ്പെട്ടു എന്നതിന്റെ കണക്കാണ് വോളിയം. പ്രൈസ് താഴേക്ക് പോകുമ്പോൾ വോളിയം സാധാരണ കുറവായിരിക്കും. എന്നാൽ എപ്പോഴാണോ പ്രൈസ് തിരികെ കയറാൻ തുടങ്ങുന്നത് ആ സമയത്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡലിനൊപ്പം വോളിയവും കുതിപ്പ് നടത്തുന്നത് കാണാൻ കഴിയും. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വലിയ അളവിൽ സ്റ്റോക്സ് വാങ്ങാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഈസി ആയിട്ട് പറ്റും. ഈ സ്മാർട്ട് മണി എൻ്റർ ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും. ഈ 3 സൂചനകളും ഒരുമിച്ച് വന്നാൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ഇതൊരു ഗോൾഡൻ ഇൻഡിക്കേറ്റേഴ്സ് അല്ല, നമുക്ക് തീർച്ചയായിട്ടും കൺഫർമേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഇൻഡിക്കേറ്ററുകളായിട്ട് ഇവയെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. സ്മാർട്ട് മണിയുടെ റഡാറിലുള്ള 5 തരം ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ സ്മാർട്ട് മണി ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള 5 ഇന്ത്യൻ ബ്ലൂ ചിപ്പ് കമ്പനികളെ നമ്മളൊന്ന് നോക്കി പോകാം. തീർച്ചയായിട്ടും നമുക്കതൊരു ഐ ഓപ്പണിംഗ് ആയിരിക്കും. നമ്മൾ ചില ഐഡിയകൾ പറഞ്ഞു പോകാതെ ചില സ്റ്റോക്കുകൾ കൂടി സജസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു ബൈ ലിസ്റ്റ് അല്ല, മറിച്ച് ഏതൊക്കെ തരം കമ്പനികളെയാണ് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ പരിഗണിക്കേണ്ടത് എന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് ആയിട്ടുള്ള HDFC
HDFC ബാങ്ക് ആണ്. ഏതൊരു ലോങ് ടേം ഇൻവെസ്റ്ററും പരിഗണിക്കുന്ന ഒരു പേര് തന്നെയാണ്. ഈ അടുത്ത് നടന്ന മെർജറിന് ശേഷം ഈ സ്റ്റോക്ക് കുറച്ച് പ്രഷറിലാണ്. ഈ പ്രൈസിൽ ഒരു കറക്ഷന് തീർച്ചയായിട്ടും ഒരു കാരണം ഇത് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് സ്മാർട്ട് മണിയുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മാർക്കറ്റ് ലീഡർഷിപ്പ്. ബാങ്കിംഗ് രംഗത്തെ ലീഡറാണ് HDFC. അവിടെ റീറ്റെയിൽ നെറ്റ്വർക്കും സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസും ഏത് ക്രൈസിസിലും അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ അട്രാക്റ്റീവ് വാല്യുവേഷൻ. തുടർച്ചയായിട്ടുള്ള വിലയിടിവിന് ശേഷവും ബാങ്കിന്റെ വാല്യുവേഷൻ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ചെറിയ വിലയിൽ സ്റ്റോക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചിലർ കാണുകയും ചെയ്തു. അതുപോലെ തന്നെ ലോങ് ടേം ഗ്രോത്ത്. ഇന്ത്യയിലെ എക്കണോമി വളരുമ്പോൾ ബാങ്കിംഗ് സെക്ടറും വളരും. ആ ഒരു ഗ്രോത്തിന്റെ പ്രധാന ബെനിഫിഷ്യറികളിൽ ഒരാളാകാൻ HDFCക്ക് നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് എന്ന കമ്പനി ഇന്ത്യയിലെ ഒരു മിനി എക്കണോമി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓയിൽ, റീറ്റെയിൽ, ടെലികോം, ഡിജിറ്റൽ, ന്യൂ എനർജി എന്നിങ്ങനെ പല സെക്ടറുകളിലായിട്ട് അവരുടെ ബിസിനസ് ഇങ്ങനെ പടർന്നു കിടക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് മണിയുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് ഇവരെത്തുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു സെക്ടർ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചാലും മറ്റ് സെക്ടറുകൾ കമ്പനിക്ക് നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട്. മാർക്കറ്റിലെ വോളറ്റാലിറ്റി നേരിടാൻ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ തീർച്ചയായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ ഗ്രീൻ എനർജി. റിലയൻസിന്റെ ഭാവിയിലെ ഒരു പ്രധാന ഗ്രോത്ത് എഞ്ചിനായിട്ട് ഗ്രീൻ എനർജി മാറും. സോളാർ, ബാറ്ററി, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയവ അവർ നടത്തുന്ന വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. 2035ഓടെ നെറ്റ് കാർബൺ സീറോ ആവുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. അടുത്തതായിട്ട് മാർക്കറ്റ് ഇൻഫ്ലുവൻസ്. നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആദ്യം പരിഗണിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാധ്യത കൂടി റിലയൻസിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഒരു കാലത്ത് ക്രൈസിസിലായിരുന്ന ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കംബാക്ക് നടത്തിയ കമ്പനിയാണ്. പാസഞ്ചർ വെഹിക്കിൾസ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, ഗ്ലോബൽ തലത്തിൽ ജാഗ്വാർ, ലാൻഡ് റോവർ എന്നിവയിലൂടെ കമ്പനി ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. എന്തുകൊണ്ടാണ് സ്മാർട്ട് മണിയുടെ ശ്രദ്ധയിൽ ഈ കമ്പനി പെടുന്നത് എന്ന് നോക്കിയാൽ ഒന്നാമതായിട്ട് EVയിലെ മുന്നേറ്റം തന്നെയാണ്. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സ് ആണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. കോമ്പറ്റീഷൻ കൂടുന്നത് ഒരു വലിയ ചലഞ്ച് ആണെങ്കിലും ഈ രംഗത്തെ ആദ്യത്തെ വലിയ പ്ലെയർ എന്ന നേട്ടം അവർക്കുണ്ട്. അതുപോലെ തന്നെ JLRന്റെ മികച്ച പെർഫോമൻസ്. ഗ്ലോബൽ തലത്തിൽ പ്രതിസന്ധിയിലായിരുന്ന ലക്ഷറി ബ്രാൻഡ് ആയിട്ടുള്ള ജാഗ്വാർ ലാൻഡ് റോവർ ഇപ്പോൾ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി തീർച്ചയായിട്ടും ഇത് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്ലിക്കൽ ബെനിഫിറ്റ്. എക്കണോമി ഉഷാറാകുമ്പോൾ ഓട്ടോമൊബൈൽ പോലെയുള്ള സെക്ടേഴ്സിന് സാധാരണയായിട്ട് നേട്ടം ഉണ്ടാകാറുണ്ട്. ഈ അടുത്ത പ്രൈസിൽ കറക്ഷൻ നേരിട്ടെങ്കിലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ സാധ്യതയാണ്. അടുത്ത സ്റ്റോക്ക് L&T ആണ്. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ബാക്ക് ബോൺ ആണ് L&T. റോഡുകൾ, പാലങ്ങൾ, എയർപോർട്ടുകൾ, മെട്രോ, ഡിഫൻസ് തുടങ്ങി രാജ്യത്തിന്റെ നിർമ്മാണ രംഗത്ത് എവിടെ നോക്കിയാലും L&Tയുടെ ഒരു ടച്ച് കാണാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്മാർട്ട് മണിയുടെ ശ്രദ്ധയിൽ L&T വരുന്നത് എന്ന് നോക്കിയാൽ ഒന്നാമതായിട്ട് സ്ട്രോങ് ഓർഡർ ബുക്ക് ആണ്. കമ്പനിയുടെ കയ്യിൽ വരും വർഷങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയ ഓർഡറുകൾ ഇപ്പോൾ തന്നെ കയ്യിലുണ്ട്. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വലിയ ഓർഡറുകൾ അവർ നേടുന്നുണ്ട്. രണ്ടാമതായിട്ട് ഗവൺമെന്റ് പ്രോജക്ടുകൾ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഗവൺമെന്റ് വലിയ ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ അതിന്റെ മെയിൻ ബെനിഫിഷ്യറികളിൽ ഒരാളായിട്ട് L&T മാറാറുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്തും സ്റ്റെബിലിറ്റിയും. വെറും ഒരു ഗ്രോത്ത് സ്റ്റോക്ക് മാത്രമല്ല, ബ്ലൂ ചിപ്പ് കമ്പനിയുടെ ഒരു സ്റ്റെബിലിറ്റി കൂടി തരികയാണ്. പോർട്ട്ഫോളിയോയ്ക്ക് തീർച്ചയായിട്ടും വളരെ നല്ല കരുത്തും വളർച്ചയും ഒരുമിച്ച് നൽകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് L&Tയെ കാണാം. അവസാനമായിട്ട് ഇന്ത്യൻ IT രംഗത്തെ രണ്ട് വമ്പന്മാരാണ് ഇൻഫോസിസും TCSും. ഗ്ലോബൽ എക്കണോമിക്ക് അൺസർട്ടനിറ്റി കാരണം IT സ്റ്റോക്സുകൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രഷറിലാണ്. ഇത് ഈ സ്റ്റോക്സിന്റെ വിലയിൽ കാര്യമായിട്ടുള്ള ഒരു കറക്ഷൻ കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ റിക്കവറി പതുക്കെ തുടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്മാർട്ട് മണിയുടെ ശ്രദ്ധയിൽ ഈ ഒരു സ്റ്റോക്കുകൾ വരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒന്നാമതായിട്ട് അട്രാക്റ്റീവ് പ്രൈസ്. IT സെക്ടറിലെ ഈ ഒരു കറക്ഷൻ കാരണം ഈ രണ്ട് സ്റ്റോക്സും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് ലഭ്യമാണ്. പലരും കരുതുന്നത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തന്നെയാണ്. രണ്ടാമതായിട്ട് സ്റ്റേബിൾ പെർഫോമൻസ്. സ്ട്രോങ് ക്യാഷ് ഫ്ലോയും സ്ഥിരമായിട്ടുള്ള ഡിവിഡൻഡും തരുന്ന ചരിത്രമുള്ള TCS, ഇൻഫോസിസ് പോലെയുള്ള കമ്പനികൾക്ക് മാർക്കറ്റിലെ അൺസർട്ടനിറ്റിയെ ഒരു പരിധി വരെ മറികടക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നിവയാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ടെക്നോളജികളിൽ മുൻപന്തിയിലുള്ള ഈ കമ്പനികൾക്ക് ലോങ് ടൈമിൽ മികച്ച ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്നാമത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കയ്യിലുള്ള മുഴുവൻ പണവും ഒറ്റ ദിവസം കൊണ്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. പ്രൈസ് കുറയുന്നതിനനുസരിച്ച് പല തവണകളായിട്ട് വാങ്ങുക. ഇത് നിങ്ങളുടെ ആവറേജ് ബൈയിങ് പ്രൈസ് കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമതായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നോ രണ്ടോ സ്റ്റോക്സിൽ ഒതുക്കരുത്. ബാങ്കിങ്, IT, ഇൻഫ്ര, കൺസ്യൂമർ എന്നിങ്ങനെ പല സെക്ടറുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക. വീഡിയോ തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഏതൊരു സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു റിസർച്ച് ചെയ്ത്
ഒരു കോൺഫിഡൻസ് എത്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലെ വീഴ്ചകൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷെ അത് ഡിസിപ്ലിനോടെയും അറിവോടെയും ചെയ്യുന്നവർക്ക് മാത്രമാണ്. സാധാരണക്കാർ പേടിച്ച് സെല്ല് ചെയ്യുമ്പോൾ പേഷ്യൻസ് ഉള്ളവർ ഈ അവസരം മുതലെടുത്ത് വാങ്ങുന്നു. നമ്മൾ ചർച്ച ചെയ്ത HDFC ബാങ്ക്, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, L&T, ഇൻഫോസിസ് ആൻഡ് TCS പോലെയുള്ള സ്ട്രോങ് കമ്പനികളെ ശരിയായി വിലയിരുത്തി ശരിയായ സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ സ്റ്റോക്കുകളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത്, അതോ മറ്റേതെങ്കിലും സ്റ്റോക്കുകളാണോ നിങ്ങൾ ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വളരെ നല്ല ഇൻഫോർമേഷനുകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.